അപ്പോൾ ഗൈസ് എൻ്റെ വീട് ഈ ദ്വീപിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ കുറേ കണ്ടൽമരമുണ്ട്. ഇന്നമേലൊക്കെ കയറി ഇരിക്കാം. പണ്ട് അബിനെ ഇവിടെ അമ്പ്ലേൻ്റെ വിടൂലായിരുന്നു. കാരണം അബിനെ പേടിപ്പിച്ചേക്കണായിരുന്നു ഇത് കാടാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം അബി വരും അല്ലേ അബി? ഞങ്ങൾ ഇവിടെ ചൂണ്ടിടുന്ന സ്ഥലമൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ചാലാവുമ്പോൾ ഇടാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒളിച്ചൊക്കെ ഇടും. പിന്നെ കാവക്കാരെ ഒളിച്ചിടും. ഇവിടെ നിന്ന് അബി കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. അബി കാണുന്ന പോലെ നല്ല മീനൊക്കെ പിടിക്കും. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇവിടെ ആകെ 2 വീടേ ഉള്ളൂ. 3 വീടുണ്ടായിരുന്നു. ഒരു വീട്ടുകാർ പോയി. അപ്പം ആകെ 2 വീടേ ഉള്ളൂ. ഇതാണ് ഒരു വീട്. ആ വീട്ടിലെ ആൾക്കാരാണ് പോയത്. ആ പച്ച വീട്ടിലെ ആൾക്കാർ. ഇതൊക്കെ തന്നെ കുറേ മരമുണ്ട്. ഇവിടെ നോക്കിയാൽ റോഡ് കാണാം. ഇവിടെ നോക്കുമ്പോൾ നല്ല രീതിക്ക് നല്ല സൺസെറ്റ് കാണാം. പിന്നെ ഇവിടെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കണേണ്. ഇത് നീർക്കാക്ക വറക്കണണ്ട. ഞാൻ ആദ്യം വിചാരിച്ച് പരുന്നാണ്, പക്ഷെ പരുന്നല്ല, നീർക്കാക്കയാണ്. ഇതൊരു തവള ആത്മഹത്യ ചെയ്ത് കിടപ്പുണ്ട്. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള വലിയൊരു ബനിയൻ ട്രീ ആണ്, ആൽമരം. ഇവിടെ അടിപൊളിയാണ് നല്ല. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വീട്. പിന്നെ ഇവിടെ കുറേ മരങ്ങളുണ്ട്, കുറേ തരം മരങ്ങൾ. ഇത് ഞാൻ കയറുന്ന തട്ടി നമുക്ക് കയറാം. കയറണ്ട, ഞാൻ കിട്ടിയേക്കണ. ഇതാണ് ഞാൻ കിട്ടിയ തട്ട്. ഇത് വെള്ളത്തിൽ കൂടെ കുത്തി കഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ബാക്ക് സൈഡ് ഒന്ന് കാണിക്കാം നിങ്ങളാ. ഇതാണ് എൻ്റെ വീട്ടിലെ ബാക്കിലുള്ള വ്യൂ. ചുറ്റും വെള്ളമാണ്, എന്നാലും ബാക്കിലുള്ള വ്യൂ അടിപൊളിയാണ്. രാത്രി അടിപൊളിയാന്ന് പറഞ്ഞാൽ നല്ല കാക്കയും കൊക്കും. ഇനി വെള്ളം വെച്ച് കഴിയുമ്പോൾ നിറച്ച് കൊക്കായിരിക്കും. പിന്നെ അടി കൂടെ പോകാൻ പറ്റില്ല, നിറച്ച് അപ്പിട്ടോട്ടുണ്ടല്ലേ. ഞങ്ങളുടെ ഇവിടെ ഒരു പുളിയൊക്കെ ഉണ്ട്, പുളിമരം. ഇന്നൊരു പുളി എടുക്കാം. അച്ചിച്ചൂട് കാണിക്കണമെന്ന് വിചാരിക്കരുത്, എനിക്ക് അറിഞ്ഞൂടെ അത്രയും അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീടാണ് ചാർലി സിനിമയിൽ ചെമ്മമ്മിൻ്റെ വീടാണ്. പിന്നെ ഞാനും ഉണ്ട്. അനിയത്തി ചെമ്മമ്മിൻ്റെ മോളായിട്ടാണ്. ഞാൻ ഓർഫണേജിലൊരു കൊച്ചായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ. പിന്നെ ഇവിടെ താമസിക്കുന്നത് ഒരു അടിപൊളി വൈബാണ്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നുവെച്ചാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ആരുടെയും ശല്യമില്ല, സമാധാനം. സമയമാകുമ്പോൾ കാക്കകളൊക്കെ മരത്തിലേക്ക് കയറണം. കണ്ട